ഗാസയിൽ തടവിലാക്കപ്പെട്ട എല്ലാ ബന്ദികളെയും ഉടൻ മോചിപ്പിക്കണമെന്നും കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ വിട്ടുനൽകണമെന്നും ഹമാസിനോട് ആവശ്യപ്പെട്ട US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഹമാസിനെ നേരിടാൻ ഇസ്രായേലിന് എല്ലാവിധ പിന്തുണയും നൽകുമെന്നും ട്രംപ് വ്യക്തമാക്കി. അതിനിടെ സൈനിക സഹായം മരവിപ്പിക്കൽ ഉൾപ്പെടെ യുക്രൈനിനുള്ള രഹസ്യാന്വേഷണ വിവര കൈമാറ്റം അമേരിക്ക താൽക്കാലികമായി നിർത്തിവെച്ചു. ഏതുതരം യുദ്ധവും നേരിടാൻ തയ്യാറാണെന്ന് അമേരിക്കയോട് ചൈന. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ തീരുവ ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പ്. അമേരിക്കയുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് 10 മുതൽ 15% വരെ താരിഫ് ഏർപ്പെടുത്താനും ചൈന തീരുമാനിച്ചു. ഇസ്രായേലിന്റെ 24ാമത് സായുധ സേനാ മേധാവിയായി ഇയാൽ സമീർ ചുമതലയേറ്റു. ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹലേവി രാജിവെച്ചതോടെയാണ് ഇയാൽ സമീർ നിയമിതനാകുന്നത്. 2023 ഒക്ടോബർ 7-ന് ഗാസയിലുണ്ടായ ഹമാസ് ആക്രമണം ചെറുക്കാൻ സാധിച്ചില്ല എന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്തായിരുന്നു രാജി. ദുബായ് മുനിസിപ്പാലിറ്റി കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതോറിറ്റിയുമായി സഹകരിച്ച് മുതിർന്ന പൗരന്മാരുടെ ഭവനങ്ങളിൽ ജലസംവിധാന സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ആരോഗ്യകരമായ സമൂഹത്തിന് സുരക്ഷിത ജലമെന്ന സംരംഭം ആരംഭിച്ചു. 2025-നെ കമ്മ്യൂണിറ്റി വർഷമായി ആചരിക്കുന്നതിനോടനുബന്ധിച്ച് ഏകീകൃതവും സുസ്ഥിരവുമായ ഒരു സമൂഹം വളർത്തിയെടുക്കുന്നതിനുള്ള UAEയുടെ പ്രതിബദ്ധതയെ ശക്തിപ്പെടുത്തുന്നതാണ് ഈ സംരംഭം. ഗാർഹിക ജല സംവിധാനങ്ങൾ ഉയർന്ന അന്താരാഷ്ട്ര ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനും ഇതിലൂടെ ലക്ഷ്യമിടുന്നു.